എൻ്റെ പേര് ഭദ്ര. ഞാൻ കഴക്കൂട്ടത്തു വരുന്നത്. ഞാൻ ബിടെക് ആണ് എടുത്തത്. ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പം ഇലക്ട്രോണിക്സ് കഴിഞ്ഞിട്ട് ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്. അപ്പം അമ്മയാണ് പറഞ്ഞത് ബാങ്ക് പഠിച്ചാൽ കിട്ടും. ബാങ്കിലാണെങ്കിൽ മൊത്തം കണക്കുമാണ്. എനിക്കാണെങ്കിൽ കണക്കൊരു പിടുത്തവും ഇല്ല. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ച ഐ സി ഡി കൊല്ലം ഫിക്സ് ആയിരുന്നു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, അവിടെ പോണ്ട, റേസ് ഇരിക്കല്ലേ, റേസിൽ തന്നെ പോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അമ്മ, ഞാൻ പോകത്തില്ല, അടുത്താണ്, കിട്ടത്തില്ല, എന്തിനാ ചുമ്മാ. അപ്പം പറഞ്ഞില്ല, നീ പോയി നോക്ക്, ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ജൂലൈയിൽ അവന് അഡ്മിഷൻ എടുത്ത് ജൂലൈ 8 ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്ത്. 2024 ജൂലൈ 8 ബാച്ച്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് അവൻ ജോയിൻ ചെയ്ത്. എന്നിട്ട് എനിക്ക് പറ്റുന്നില്ല, കുറേ പിള്ളേർ ഭയങ്കരമായിട്ട് പഠിപ്പിക്കുന്നത്. എന്നാലും ആദ്യത്തെ മാസമൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി. പക്ഷേ ഒരു ഡിസംബർ ആയപ്പോൾ തൊട്ട് ലാബിൽ കയറാൻ തുടങ്ങി. ഇവിടുത്തെ ലാബ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ രാവിലെ 6 ഇരിക്കുന്ന പിള്ളേർ രാത്രി 10 വരെയും അതേ പിള്ളേർ ഇരുന്ന് പഠിക്കും. അപ്പം നമുക്ക് കാണുമ്പോൾ എല്ലാവരും പഠിക്കുന്നത്. അപ്പം നമ്മളും പഠിച്ച് നോക്കാമെന്ന് വിചാരിച്ചങ്ങ് പഠിച്ച് തുടങ്ങിയതാ സംഭവം. ഇവിടെ നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടത്തില്ല, ഇത്രയും പിള്ളേർ എഴുതുന്നുണ്ടെന്ന്. പക്ഷേ സത്യമായിട്ട് ട്രൈ ചെയ്താൽ ആർക്കാണെങ്കിലും കിട്ടും. കാരണം ലാബിൽ ഒരു ദിവസം കയറിയാൽ നമുക്ക് കാണാം, പിള്ളേർ 6 മണി തൊട്ട് ഇരിക്കുന്ന പിള്ളേർ രാത്രി 10 മണിക്ക് റേസ് ക്ലോസ് ചെയ്തിട്ടല്ലാതെ ഇറങ്ങത്തില്ല. ഞാനും ഷിബ്ലി അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ഒരാളാണ്, ഞാൻ പഠിക്കുന്ന ഒരാളാണ്. അങ്ങനെ റേസിൽ കുറേ ലാബിൻ്റെ അകത്ത് സ്ഥിരം പഠിക്കുന്ന കുറേ പിള്ളേരുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ പ്രവീൺ സാറിനും ആകാശ് സാർ എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കും ഏത് അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിച്ച്. സത്യം പറഞ്ഞാൽ റേസ് അല്ലാത്ത വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പോരുന്നതെങ്കിലും എനിക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടത്തില്ലായിരുന്നു. റേസ് തന്നെയാണ് എനിക്ക് ജോലി കിട്ടാൻ ഏറ്റവും ഇത്. പിന്നെ ഇവിടെ വന്ന് പഠിച്ചപ്പോൾ എനിക്ക് അർച്ചിത്ത് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിയാണ് ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, ഇതാ എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചല്ല IBPS കിട്ടുമെന്ന്. ഞാൻ SBI ആണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ SBIയുടെ റിസൾട്ട് വന്നപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആകെ വിഷമവും കരച്ചിലും, ഞാൻ ഇനി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർത്തിപ്പോകാനൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് അമ്മ പറഞ്ഞ വേണ്ട, ഒരു വർഷം കൂടെ പഠിക്കണം, ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബുക്കെല്ലാം എടുത്തു വെച്ച് പുതിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അടുത്ത റിസൾട്ട് വന്നത്. പിന്നെ ഈ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് ഭയങ്കര കാര്യമാണ്. ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരുന്നു. അതായത് ഡിസംബർ 24 തൊട്ട് 25 ഡിസംബർ എന്നും ഞാൻ 4:30 എണീക്കുമായിരുന്നു. അത് മാറ്റിയിട്ടില്ല. 4:30 നമ്മൾ ദിവസം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. ഇന്ന ദിവസം ഓരോ ദിവസം എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നാൽ ഉറപ്പായിട്ടും ഒരു വർഷം ആർക്കാണെങ്കിലും കിട്ടും. പിന്നെ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ അമ്മയുടെ അടുത്താണ് പോയിട്ടുള്ളത്. റേസിന് ഒരുപാട് നന്ദി.